വയനാട്ടിലെ ജനങ്ങളെല്ലാം വാങ്ങിയിട്ട് ആ സർക്കാരിനെ കുറ്റം പറഞ്ഞ് തള്ളിവിട്ടിരിക്കുകയാണ്. ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യം അഴിമതി വീരന്മാരെയാണ്, പെണ്ണുപിടിയന്മാരെയാണ്, അതേപോലെ തന്നെ വർഗീയവാദികളെയാണ്, ജാതി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജാതി കോമരങ്ങളെയാണ്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഇടതുപക്ഷം ഇവിടെ പുഷ്പം പോലെ ജയിച്ചേനെ. വയനാട്ടിൽ എന്തിനേറെ പറയും, ഇപ്പോൾ കേരളത്തിൽ ഓക്കെ സീറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിൽ അവർക്ക് പരാജയമാണ്, വൻ പരാജയമാണ്. പക്ഷെ വയനാട്ടിലെങ്കിലും ഒരാളെങ്കിലും ജയിക്കണമായിരുന്നു. എൽ ഡി എഫിൻ്റെ ഒരു ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നെങ്കിൽ അയാൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ നല്ല രീതിയിൽ കാശ് വാരി എറിഞ്ഞിട്ടോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ വർഗീയത കുത്തി നിറച്ചിട്ടോ എന്തൊക്കെയോ അട്ടിമറികൾ, തിരിമറികളൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഇനി പിന്നീട് അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ അതിനുള്ള മറുപടി എന്തായാലും കിട്ടേണ്ടവർക്ക് കിട്ടിക്കോളൂ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ പലയിടങ്ങളിലും പല പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. യു ഡി എഫ് വന്നപ്പോൾ യു ഡി എഫിൻ്റെ മെഴുകലുകളും യു ഡി എഫിൻ്റെ അടിയും പിടിയും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ടാണ് യു ഡി എഫ് ഇന്ന് ഈ ഭരണത്തിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ പിള്ളേരെ അടിച്ചിട്ടുള്ളവന്മാരെ ഞങ്ങൾക്ക് തിരിച്ചടിക്കണം. ഞങ്ങളുടെ പാർട്ടി